പീഡ അനുഭവിക്കുന്ന ഈശോയോടുള്ള സമാശ്വാസ പ്രാർത്ഥനകളും ആരാധനയുടെ പ്രാർത്ഥനകളും ഭക്തിപൂർവ്വം ചൊല്ലുന്നവർക്ക് നമ്മുടെ നാഥൻ നൽകുന്ന വാഗ്ദാനങ്ങൾ. എൻ്റെ കുഞ്ഞുമക്കളെ, ഈ പ്രാർത്ഥനയിലൂടെ എന്നെ ഭക്തിപൂർവ്വം സമാശ്വസിപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് സകലവിധ തിന്മകളുടെയും ശക്തിയിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അവർക്ക് പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല. അവർ അഗ്നിയാൽ പൊള്ളലേൽക്കുകയില്ല. എൻ്റെ കുഞ്ഞുമക്കളെ, എന്നെ സമാശ്വസിപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാ ദുഷ്ടാത്മാക്കളിൽ നിന്നുള്ള സംരക്ഷണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലുന്ന പടയാളികൾ പരാജിതരാവുകയില്ല. ഒരു വെടിയുണ്ടയ്ക്കും അവരെ മുറിവേൽപ്പിക്കാനാവുകയില്ല. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്താൽ അവരുടെ വേദന കുറയുകയും ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം ലഭിക്കുകയും ചെയ്യുന്നതാണ്. തിന്മയുടെ ശക്തിയാൽ ആക്രമിക്കപ്പെടുന്ന ഏതെങ്കിലും കുട്ടിയുടെ ശിരസിൽ ഈ പ്രാർത്ഥന വെച്ചാൽ എൻ്റെ മാലാഖ വൃന്ദങ്ങൾ അവനെ സംരക്ഷിക്കുന്നതാണ്. ഈ പ്രാർത്ഥന സൂക്ഷിക്കുന്ന ഭവനങ്ങളെ ഇടിമുഴക്കത്തിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും ഞാൻ രക്ഷിക്കും. മരിക്കാൻ തുടങ്ങുന്ന ഒരാത്മാവിനെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്താൽ അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. ഈ പ്രാർത്ഥനയിലൂടെ എന്നെ സമാശ്വസിപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഏതൊരു പാപിയും മാനസാന്തരപ്പെടും. എന്നെ സമാശ്വസിപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഏവരെയും എൻ്റെ തിരുരക്തത്താൽ ഞാൻ സംരക്ഷിക്കുകയും തിരുമുറിവുകളിൽ മറച്ചു സൂക്ഷിക്കുകയും ചെയ്യും. വിഷത്തിന് അവരിൽ പ്രവർത്തിക്കാനാവില്ല. അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ സംരക്ഷിക്കും. ഭ്രൂണഹത്യയിലൂടെ വധിക്കപ്പെടുന്ന സകല കുഞ്ഞുങ്ങൾക്കും എൻ്റെ തിരുരക്തത്തിലൂടെ ഞാൻ മാമോദീസ നൽകുമെന്നും അതിന് കാരണക്കാരായ മാതാപിതാക്കളുടെ ഹൃദയങ്ങളിൽ ആഴമായ അനുതാപം നൽകുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിലൂടെ മരണം വരെ എന്നെ സമാശ്വസിപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ സ്വർഗീയ സൈന്യത്തിലും സംഗീത സദസ്സിലും പ്രവേശിക്കും. ഞാൻ അവർക്ക് പ്രഭാത നക്ഷത്രത്തെ നൽകും.